ഞാൻ 2 ആഴ്ചകൾക്ക് മുന്നേ ഐനോക്സിൽ ഇങ്ങനെ സിനിമ കാണാൻ പോയപ്പോൾ അപ്പോഴാണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് അറിയുന്നതും ഇതിൻ്റെ റിലീസ് വരുന്നതൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും എന്തായാലും സിനിമ കാണണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്ന സിനിമ പോയിട്ട് കണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സീസറിൻ്റെ കാലശേഷത്തിന് ശേഷം ഒരു 300 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമയിൽ സീസറിൻ്റെ കുറേ റെഫറൻസുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതെല്ലാം പ്ലേസ് ചെയ്യുമ്പോഴും അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ശ്രമിക്കുമ്പോഴൊക്കെ അത്തരം സെഗ്മെൻറ്റ്സിൽ ഈ സിനിമ വർക്ക് ആയിട്ടുണ്ട്. ഐ മീൻ ഇൻ ദ സെൻസ് ഓഫ് റെഫറൻസ്. അപ്പോൾ റെഫറൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് പക്കായിട്ട് അത് അവിടെ വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഫൈനാണ്. പിന്നെ തുടക്കത്തിലൊക്കെ കുറച്ച് സ്പാർക്കൊക്കെ അടിച്ചിരുന്നു. അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഈ സിനിമ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ സിനിമയിലുള്ളൂ കാര്യമായിട്ട് പറയാൻ. ഇതിപ്പോൾ സീസറിൻ്റെ ട്രയോളജി കഴിഞ്ഞിട്ട് പുതിയൊരു സിനിമ തുടങ്ങിയതിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ നരേറ്റീവിന് വലിയ പഞ്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതാണ് പ്രോബ്ലം. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും എവിടെയും വലിയ സുഖമുള്ള പോലെ അല്ലെങ്കിൽ അങ്ങനെ ക്യാപ്റ്റിവേറ്റ് ചെയ്തിരുത്തുന്ന പോലെയോ ഈ സിനിമയെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ആ കോൺസെപ്റ്റൊക്കെ രസമുണ്ടായിരുന്നു. 100 വർഷത്തിന് ശേഷം വരുന്ന മാറ്റങ്ങളും അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അവിടെ രസമുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഫിലിം പോലെയാണ് ഇത് പിന്നീട് മൊത്തത്തിൽ എനിക്കൊരു ബിലോ ആവറേജ് അനുഭവം മാത്രമേ ഈ സിനിമയിൽ ഒന്നാവും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.